മുതിർന്ന കോൺഗ്രസ് നേതാവ്, തെക്കുംകര ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ്, അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ്, തൃശൂർ ജില്ലാ പഞ്ചായത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം, INTUC നേതാവ് എന്നീ നിലകളിൽ സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ച CT ദേവസി ഓർമ്മയായിട്ട് 10 വർഷം തികയുകയാണ്. CT ദേവസിയുടെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ ചേർന്ന് രൂപീകരിച്ച CT ദേവസി സ്മാരക ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 2024 ജാനുവരി 6 ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 അമ്പലപ്പാട് സർവീസ് സഹകരണ ബാങ്കിന്റെ പറമ്പായി ബ്രാഞ്ച് ഹാളിൽ അനുസ്മരണവും രണ്ടാമത് സഹകാരി പുരസ്കാര വിതരണ ചടങ്ങും സംഘടിപ്പിച്ചിട്ടുള്ളതായി ട്രസ്റ്റ് ഭാരവാഹികൾ ഇന്ന് വടക്കാഞ്ചേരി പ്രസ് ക്ലബിൽ നടന്ന പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഈ വർഷത്തെ സഹകാരി പുരസ്കാരത്തിന് അർഹനായത് ശ്രീ ജോസഫ് ചാലിശ്ശേരി മാസ്റ്ററാണ്. അദ്ദേഹം രാഷ്ട്രീയ രംഗത്തും സഹകരണ മേഖലയിലും സംശുദ്ധമായ പ്രവർത്തനം നടത്തിയ സവിശേഷമായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. സഹകാരി എന്ന നിലയിൽ 50 വർഷത്തെ സുദീർഘമായ സേവന പാരമ്പര്യവുമുണ്ട്. 20ാമത്തെ വയസ്സിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡയറക്ടറായി തുടങ്ങി 1981 കടവല്ലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ പ്രസിഡന്റായി. 1992 കൊച്ചിൻ സഹകരണ കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റായി 20 വർഷം സേവനം ചെയ്തു. തുടർന്ന് താലൂക്ക് തലത്തിൽ ബാങ്കുകൾ എന്ന തീരുമാനം വന്നപ്പോൾ തലപ്പള്ളി കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റായി. കുന്നംകുളം പുതിയ താലൂക്ക് രൂപീകരിച്ചപ്പോൾ അദ്ദേഹം കുന്നംകുളം കാർഷിക വികസന ബാങ്കിന്റെ പ്രസിഡന്റായി ഇപ്പോഴും തുടരുന്നു. 3 വ്യത്യസ്ത കാർഷിക വികസന ബാങ്കുകളുടെ പ്രസിഡന്റ് എന്ന അപൂർവ സവിശേഷത ജോസഫ് ചാലിശ്ശേരി മാസ്റ്റർക്ക് മാത്രമുള്ളതാണ്. ഈ കാലയളവിൽ ഇഫ്കോയുടെ ദേശീയ സമിതിയിലും സഹകരണ പരീക്ഷാ ബോർഡിലും അംഗമായിരുന്നു. അനുസ്മരണ ചടങ്ങും സഹകാരി പുരസ്കാര വിതരണ ചടങ്ങും ഉദ്ഘാടനം നിർവഹിക്കുന്നത് ആര്യാടൻ മുഹമ്മദ് ഫൗണ്ടേഷൻ ചെയർമാൻ ശ്രീ ആര്യാടൻ ഷൗക്കത്താണ്. പത്രസമ്മേളനത്തിൽ ചെയർമാൻ PJ രാജു, ഭാരവാഹികളായ ജിജോ കുര്യൻ, തോമസ് പുത്തൂർ, കുട്ടൻ മച്ചാട്, TA ശങ്കരൻ എന്നിവർ പങ്കെടുത്തു. CT ദേവസി സ്മാരക ട്രസ്റ്റ് രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. 2022 ഇങ്ങനെ ഒരു ട്രസ്റ്റ് രൂപീകരിക്കണമെന്ന ഒരാശയം ഉണ്ടായിരുന്നു. 2023 ജനുവരി മാസത്തിൽ അദ്ദേഹത്തിന്റെ ഓർമ്മദിനത്തിൽ അനുസ്മരണ സമ്മേളനവും അതോടൊപ്പം അദ്ദേഹം കൂടുതൽ പ്രവർത്തിച്ച മേഖല എന്ന് പറയുന്ന സഹകരണ മേഖലയാണ്. അപ്പൊ സഹകരണ മേഖലയിൽ ഒട്ടേറെ സംഭാവനകൾ നൽകിയ വ്യക്തിത്വങ്ങൾക്ക് സഹകാരി പുരസ്കാരം നൽകാൻ വേണ്ടി തീരുമാനിച്ചു. 2023